ഹലോ, ഞാൻ ശോഭ, ഷാലുവിൻ്റെ അമ്മ. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട് എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും മക്കളുടെ ഫ്രണ്ട്സും എല്ലാവരും എന്നെ വിളിച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. എന്നിൽ വന്ന കുറവുകളൊക്കെ അവർ പറഞ്ഞു തന്നു. അതൊക്കെ ശരിയാക്കാമെന്നാണ് തോന്നുന്നത്, അറിയില്ല എങ്ങനെയെന്നുള്ളത്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചക്കപ്പുഴുക്കും മീൻകറിയും ആണ് ചെയ്യുന്നത്. മീൻ എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മീൻ കിട്ടുന്നേ ഇല്ല. ഇപ്പം ട്രോളിങ്ങിൻ്റെ ടൈമായിരുന്നു. അപ്പം ഞങ്ങളുടെ ലളിതയാണ് പറഞ്ഞത്. ലളിത ആരാന്നല്ലേ? ലളിത ഞങ്ങളുടെ വീട്ടിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ്. ലളിതയുടെ വീടിൻ്റെ അടുത്ത് ഒരു പയ്യൻ വഞ്ചി പോയി മീൻ പിടിക്കും. അപ്പം ചേച്ചിക്ക് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ കൂരിയാണ്. സാധാരണ ഞങ്ങൾ കുരി വയ്ക്കാറില്ല, പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പർ കറിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ മീൻ തന്നെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന്. അപ്പം ലളിത രണ്ടാമതും എനിക്ക് മേടിച്ചുകൊണ്ടി തന്നു. അപ്പം അതിൻ്റെ കൂടെ ചക്കപ്പുഴുക്കും. ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞു, പക്ഷെ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അപ്പം കുറച്ചേ ഉള്ളൂ ബാക്കി. അപ്പം അത് വെച്ച് കാണിക്കാൻ വേണ്ടി മാത്രം ചക്കപ്പുഴുക്കും ഒരു മീൻ കറിയും കൂടി ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ മീൻ വെട്ടി കഴുകി നല്ല വൃത്തിയാക്കി മുട്ടയൊക്കെ ഉണ്ട്. ഇത് വെന്ത് വരുമ്പോൾ നല്ല പേള് പോലെ കാണും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ പുളി, ചെറിയ ഉള്ളി, ഇഞ്ചി, മുളക് പൊടി. ഇത് പിരിയമുളകും സാദാ മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, ഉലുവാപ്പൊടി, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ പുഴുക്കിനുള്ളത് ചക്ക ഫ്രോസൺ ആണ്, 1.5 കപ്പുണ്ട്. ജീരകം, തേങ്ങാപ്പീര, വെളുത്തുള്ളി, മുളക്. പച്ചമുളക് എനിക്ക് കിട്ടിയില്ല, കട ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പച്ചമുളക് ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ടേസ്റ്റിന്. നമുക്കെന്നാ ഇനി കുക്കിങ്ങിലേക്ക് പോവാം. മൂന്ന് ടീസ്പൂൺ മുളക് പൊടി അരച്ച് വേണേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 8 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി എരിവ് കുറവ് വേണ്ടവർ കുറച്ചൊന്ന് ഒരു ടീസ്പൂൺ കുറച്ചാലും കുഴപ്പമില്ല. ഉള്ളി ചെല്ലുന്നതുകൊണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ചക്ക അടുപ്പയിൽ വെച്ച് ഉപ്പും മഞ്ഞപ്പൊടി കറിവേപ്പിലയും മാത്രം ഇട്ടാണ് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് വേവുമ്പോഴേക്കും നമുക്ക് മീൻകറി ആക്കാം. നമുക്ക് മീനിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കടുക് ഇനി ഇടാം. അതും ഒരു 1 ടേബിൾ സ്പൂണോളം. ഇനി ഉലുവ ഇടാം നമുക്ക്. പൊട്ടിത്തുടങ്ങട്ടെ. കടുക് പൊട്ടി തുടങ്ങി. നമുക്ക് ഉലുവ ഇടാം നമുക്ക്. അത് കഴിഞ്ഞ് കറിവേപ്പില, ഇനി നമുക്ക് മുളക് അരച്ച് വെച്ചേക്കണത് അങ്ങനെ ഇടാം. ഈ പുളിവെള്ളം ഒഴിക്കാം. അരപ്പൊന്ന് മൂത്തോട്ടെ കേട്ടോ.
ശരിക്കും ഇളക്കിക്കോ മോനെ. എണ്ണ തെളിഞ്ഞ് തുടങ്ങി. നമുക്ക് പിന്നെ ഉപ്പുപൊടി ഇടാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടോ. ബാക്കിയുള്ള പുളി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ചാറിന് ആവശ്യമുള്ള വെള്ളം. പുളി കുറവ് വേണ്ടവർ കുറച്ചിട്ടാലും മതി. നമുക്ക് തിളയ്ക്കാനായിട്ട് നിൽക്കാം. നമുക്ക് ചക്ക വെന്തു തുടങ്ങി നമ്മുടെ. ഇനി ചക്കയ്ക്കുള്ള അരപ്പുണ്ടാക്കാം നമുക്ക്. മീനിൻ്റെ ചാറപ്പോഴത്തേക്ക് തിളയ്ക്കട്ടെ. പൊന്നു തേങ്ങയെടുത്തേ പൊന്നു. നമുക്ക് ചക്കയ്ക്കുള്ള അരപ്പുണ്ടാക്കാം. ഒരു 3 ടീസ്പൂൺ തേങ്ങ, 3 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക്. നമ്മുടെ ചക്കയുടെ അരപ്പായി. ഇനി നമുക്ക് അതിനകത്ത് ചേർക്കാം. നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് അരപ്പ് പോലെ. ഇത് മിക്സ് ആകുമ്പോഴേക്കും നമുക്ക് മീനിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എല്ലായിടവും പിടിക്കണ പോലെ ശരിക്കും മുങ്ങിക്കിടക്കണം. നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ഇതാണ്. ഞാൻ ചോറ് വെച്ചില്ല, ഇരിപ്പുണ്ട് ഫ്രിഡ്ജിനകത്ത്. ഉപ്പൊക്കെ ഉണ്ടോ പൊന്നു? ഉപ്പുണ്ടോ? ബാക്കി വയ്ക്കാം. രുചിയുണ്ടോ? കുഴുക്കോ? മീനെടുക്കട്ടെ. ഓക്കെ. ഇത് മീനെന്താ? മീൻ പൂരി. ലളിത കൊണ്ടുവന്നേ. ലളിതയുടെ അവിടെ പയ്യൻ പിടിച്ചത് കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ഓക്കെ.
Bye. Take care.